ഹരേ കൃഷ്ണ. നമുക്കിന്ന് തിരുപ്പതി വെങ്കടേശ്വര ഭഗവാന്റെ ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ പൂജയെക്കുറിച്ചും നമുക്കൊന്ന് നോക്കിയാലോ. സപ്തഗിരീശ്വരൻ അഥവാ ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരന്റെ ദർശനം ലഭിക്കുന്നത് പുണ്യമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഭക്തന്റെ അർഹതയ്ക്കനുസരിച്ച് ദേവൻ അനുഗ്രഹവും സൗഭാഗ്യവും നൽകുന്നു. ഇവിടെ നിന്നും എന്തെങ്കിലും കവർന്നെടുക്കാൻ ശ്രമിച്ചാൽ അവർക്ക് ദുരന്തം സംഭവിക്കുമെന്നും വിശ്വസിക്കുന്നു. മഹാവിഷ്ണുവിന്റെ അവതാരമായി കരുതപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരന് നിത്യേന 6 പൂജകളാണുള്ളത്. പുലർച്ചെ 2:30 പ്രത്യൂഷ പൂജ അഥവാ സുപ്രഭാത സേവ, സൂര്യോദയത്തിന് ശേഷം ഉഷപൂജയായ പ്രാതകാല പൂജ, മധ്യാഹ്ന പൂജ, സൂര്യാസ്തമയം തുടങ്ങുമ്പോഴുള്ള അപരാഹ്ന പൂജ, പ്രദോഷ സന്ധ്യയ്ക്ക് നടക്കുന്ന സന്ധ്യാകാല പൂജ, അത്താഴ പൂജ എന്നിവയാണ്. തിങ്കളാഴ്ചകളിൽ വിശേഷ പൂജ, ചൊവ്വാഴ്ചകളിൽ അഷ്ടതള പാദ പത്മാരാധന, ബുധനാഴ്ചകളിൽ സഹസ്ര കലശാഭിഷേകം, വ്യാഴാഴ്ചകളിൽ തിരുപ്പാവാട സേവ, വെള്ളിയാഴ്ചകളിൽ അഭിഷേകം എന്നിവയാണ് പ്രധാന പൂജകൾ. വെങ്കടേശ്വര ദർശനത്തിന് ഉള്ള ഫലങ്ങൾ: സാമ്പത്തിക അഭിവൃദ്ധിക്കും ദുരിതമോചനത്തിനും മംഗല്യഭാഗ്യത്തിനും തിരുപ്പതി ദർശനം ഉത്തമമാണ്. ശനി ദോഷമുള്ളവർക്ക്, ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി, ശനിദശാദോഷം എന്നിവ അനുഭവിക്കുന്നവർക്ക് തിരുപ്പതി ദർശനം നടത്തിയാൽ ദുരിതശാന്തി ലഭിക്കുന്നു. അനേക പുണ്യസ്ഥലങ്ങളിൽ യാഗങ്ങളും തപസ്സും ദാനധർമാദികളും അനുഷ്ഠിച്ചാൽ ലഭിക്കുന്നത്ര ഫലം തിരുപ്പതി ദർശനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. നാഗദോഷങ്ങളെല്ലാം തീർക്കുന്ന തിരുപ്പതി ദർശനം രാഹുകേതു ദോഷ നിവാരണത്തിനും ഉത്തമമാണ്. ഭഗവാൻ പ്രസാദിച്ചാൽ ഭക്തരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. വൈകുണ്ഠ മാസത്തിലെ ഏകാദശി നാളിൽ ഭഗവാനെ ദർശിച്ചാൽ സകല പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു. മരണാനന്തരം മോക്ഷപ്രാപ്തിയും ലഭിക്കുന്നു. കലിയുഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിക്ക് ഉത്തമ മാർഗമാണ് തിരുപ്പതി ദർശനം. ഇനി വഴിപാടുകളെ കുറിച്ച് നോക്കാം. തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തലമുണ്ടനം ചെയ്യൽ. ഞാൻ എന്ന ഭാവം ഇല്ലാതാക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തലമുണ്ടനം ചെയ്ത് കുളിച്ച ശേഷമാണ് ഭഗവത് ദർശനം നടത്തേണ്ടത്. കാണിക്കയർപ്പിക്കൽ മറ്റൊരു പ്രധാന വഴിപാടാണ്. വൃത്തിയുള്ള തുണിയിൽ കിഴി കെട്ടി വേണം കാണിക്കയർപ്പിക്കാൻ. ആ തുക മുഴുവനും കുബേരന് പലിശ കൊടുക്കാനുള്ള സഹായമാണെന്നാണ് വിശ്വാസം. എത്ര തിരക്കുണ്ടെങ്കിലും കിഴി കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ വേഗത്തിൽ ഭഗവാനെ ദർശനം സാധ്യമാക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ശ്രീ വെങ്കടേശ്വര മഹാമന്ത്ര പൂജ നടത്തുന്നത് തൊഴിൽ തടസ്സം, ദാമ്പത്യ ദുരിതം, തൊഴിലില്ലായ്മ, വിവാഹ തടസ്സം എന്നിവയ്ക്ക് പരിഹാരമാണ്. തിരുപ്പതി ദർശന വേളയിൽ ഓം നമോ വെങ്കടേശായ എന്ന് ജപിക്കണം. ക്ഷിപ്രഫലസിദ്ധി നൽകുന്ന അതിശക്തമായ മന്ത്രമാണിത്. ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് 108 തവണ വെങ്കടേശ്വര മന്ത്രം ജപിച്ചാൽ ദുരിതങ്ങൾ അകന്ന് 1 മാസത്തിനുള്ളിൽ ഭക്തന്റെ ആഗ്രഹങ്ങൾ സഫലമാകും. വെങ്കടേശ്വര ഗായത്രി ഇപ്രകാരമാണ്: നിരഞ്ജനായ വിദ്മഹേ നിരപശായ ധീമഹേ തന്നോ ശ്രീനിവാസ പ്രചോദയാത് എന്നാണ്. തിരുപ്പതി ഭഗവാനെ ദർശിച്ചിട്ട് എനിക്ക് ദർശനം കിട്ടിയെന്ന് ഒരിക്കലും പറയരുത്. എനിക്ക് ദർശനം തന്നു എന്നേ പറയാവൂ എന്നാണ് പറയേണ്ടത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.